നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച. ഇന്ന് സൂര്യഭഗവാന്റെ ദിവസമാണ്. പ്രപഞ്ചനാഥനാണ് സൂര്യൻ. ഇപ്പോൾ സൂര്യൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പ്രപഞ്ചനാഥൻ്റെ ദിവസമാണ് ലോകത്ത് മൊത്തം അവധി ദിവസമാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ ദിവസമാണെന്ന് ഇന്നത്തെ നക്ഷത്രവും പൂയം നക്ഷത്രമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും കൊള്ളാം, നക്ഷത്രവും നല്ലതാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും നല്ല ദിവസം കിട്ടേണ്ടത് ശരിക്കും അവധി ദിവസം തന്നെയാണ്. കാരണം അവധി ദിവസമാണ് നമുക്ക് ഒരു ആഴ്ചയിൽ ഏറ്റവും ജോലി ഭാരത്തിൽ നിന്നെല്ലാം അതിജീവിച്ച് കുടുംബസമേതം, കുടുംബം ഇമ്പം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം ആവുകയുള്ളൂ. അപ്പോൾ ഇമ്പത്തോടു കൂടി വീട്ടിനകത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇന്ന്. അതുകൊണ്ട് നല്ലൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം നമുക്ക് തിരഞ്ഞെടുക്കാം. വീട്ടിലെ സന്തോഷത്തോടെ നിൽക്കാം. അതുപോലെ ശുഭയാത്രകൾ അവിടെ എവിടെയൊക്കെ കൂട്ടുകാരെ എവിടെയോ ബന്ധുക്കളുടെയൊക്കെ പോകാം. അതുപോലെ വല്ല പർച്ചേസിനൊക്കെ പോകാം. ഒക്കെ നമുക്ക് വളരെ സന്തോഷപ്രദമായ ഒരു ദിവസത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അതുപോലെ നമുക്ക് മേടമാസത്തിലെ, അതായത് ഇന്ന് 1200-ാം ആണ്ട് മേടമാസം 21-ാം തീയതിയാണ്. അപ്പോൾ മേടമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അതായത് പൂയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. സൂര്യൻ്റെ ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ പേരിൽ ചെറിയ ടെൻഷനും അസ്വസ്ഥതയൊക്കെ വരും എന്നുള്ളതൊഴിച്ച് നമുക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. വളരെ പ്രശസ്തി ഉണ്ടാവും, സന്തോഷപ്രദമായ അവസ്ഥകൾ നമുക്ക് വന്നു ചേരും, അംഗീകാരങ്ങൾ കിട്ടും. വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് അറിയുക. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഉഴപ്പി ഇരിക്കാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. നമുക്ക് സമയം നല്ലതെന്ന് അറിയണം. എന്തിനാണ്? നമുക്കതനുസരിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. ശരിക്ക് രാഹുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4:30 മണി മുതൽ 6 മണി വരെയാണ്. പക്ഷേ 5 മണി മുതൽ 6:30 മണി വരെയാണ് രാഹുകാല സമയം. അതാണ് അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ ആ കലണ്ടർ നോക്കിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ കറക്റ്റ് രാഹുകാല സമയത്തായിരിക്കും ഇറങ്ങുന്നത്. അതുകൊണ്ട് രാഹുകാലത്തിന് യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അതുപോലെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത നല്ല ദിവസമാണെങ്കിൽ പോലും ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതിൽ ഗുളികകാല സമയം ശരിക്ക് 3:27 തൊട്ട് 5 മണി വരെയും, യമകണ്ഠകാല സമയം 12:21 തൊട്ട് 1:54 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും എടുക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് ദിവസം നമുക്ക് കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും കൂടി നോക്കാം. 11:57 തൊട്ട് 12:45 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം നമുക്ക് പൊതുവേ അഭിജിത്ത് മുഹൂർത്തം എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് എടുക്കുന്നതും ദോഷപ്രദമല്ല. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ റെഡ് മിക്സ് ആയിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ അതുപോലെ തന്നെ ചുടികളുടെ കളറിലോ ഉള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് ഏറ്റവും ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.